ഹായ് ഫ്രണ്ട്സ്, ഈ വരാൻ പോകുന്ന സെയിലിൽ ഐഫോൺ 17 വാങ്ങണോ അതോ ഐഫോൺ 18 വേണ്ടി കാത്തിരിക്കണോ? ഈ സംശയം ഇപ്പോൾ പലർക്കുമുണ്ടാകും. കാരണം ലീക്കുകൾ നോക്കുമ്പോൾ വരുന്ന സ്റ്റാൻഡേർഡ് ഐഫോൺ 18ൽ തന്നെ ഐഫോൺ 18 പ്രോയിൽ ലഭിക്കുന്ന നിരവധി ഫീച്ചറുകൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനപ്പെട്ടത് വേരിയബിൾ അപ്പർച്ചർ ക്യാമറ, കൂടുതൽ ചെറിയ ഡൈനാമിക് ഐലൻഡ്, 12 GB റാം എന്നിവയാണ്. അതായത് പ്രോ മോഡലിലെ ഏകദേശം 90% ഫീച്ചേഴ്സും ഒരു സാധാരണ ഐഫോണിൽ ലഭിക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിൽ നോക്കിയാൽ ഐഫോൺ 18 തീർച്ചയായും ഒരു മികച്ച വാല്യൂ ഫോർ മണി ഫോണായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം നേരെ ഐഫോൺ 18 വേണ്ടി കാത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാൻഡേർഡ് ഐഫോൺ 18 ഈ സെപ്റ്റംബറിൽ വരില്ല. പകരം 2027 മാർച്ചിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ വാങ്ങാതെ കാത്തിരുന്നാൽ ഏകദേശം 9 മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടിവരും. ഫോൺ ഒരു അത്യാവശ്യമല്ല, വെയിറ്റ് ചെയ്യാമെന്നാണേൽ കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, വില. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐഫോൺ 18ന്റെ പ്രൈസ് ഏകദേശം 1 ലക്ഷം വരെ എത്താൻ സാധ്യതയുണ്ട്. അതിന് ആപ്പിളിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. മെമ്മറിയുടെയും റാമിന്റെയും വില ആഗോളതലത്തിൽ ഉയരുകയാണ്. കൂടാതെ ആപ്പിൾ ഇന്റലിജൻസിന്റെ എല്ലാ ഫീച്ചറുകളും സ്മൂത്തായി പ്രവർത്തിപ്പിക്കാൻ 12 GB റാം ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് മോഡലിന്റെ വിലയും ഉയരാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം കാത്തിരിക്കാനും ഏകദേശം 1 ലക്ഷം രൂപ ഒരു സ്റ്റാൻഡേർഡ് ഐഫോണിനായി ചെലവഴിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഈ വരുന്ന സെയിലിൽ ഐഫോൺ 17 വാങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്ററായ തീരുമാനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരം ടെക് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.